നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു പഴയ കാല വിഭവമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, പണ്ടൊന്നും ഇതുപോലെ ചിക്കനും മീനും ഒന്നും കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ഒത്തിരി പഴയ കാലത്ത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അപ്പൊ പെട്ടെന്ന് ഉള്ള സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇട്ട ഒരു കൊട്ടാരക്കര പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കറിയാണ്. ഇപ്പൊ അതൊന്നും വീടുകളിലൊന്നും കാണാനേ ഇല്ല. ഇനിയുണ്ട് അടുത്തൊരു മുളകുപൊടി മല്ലിപ്പൊടി വെച്ചിട്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കും. അത് ഞാൻ മറ്റൊരു ദിവസം ഇടാം. അപ്പം അതുപോലെ തന്നെ ഇതും പണ്ടുള്ള ആളുകൾ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിന്റെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ മറന്നു പോകരുത്, എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ഈ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇത്രയും വറ്റൽമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയിട്ടൊന്നുമില്ല, എന്നാലും ഒരു 8-9-10 ഉണ്ടെന്ന് തോന്നുന്നു. പിരിയമുളക് കേട്ടോ, പാണ്ടിയാണെങ്കിൽ കുറച്ചുകൂടി കുറച്ച് മതി. പിന്നെ ഇത്രയും ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പുളിവെള്ളം, പിന്നൊക്കെ വേണ്ടത് കായപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പപ്പടമാണ്. ഇപ്പം ഞാൻ പപ്പടം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പപ്പടം നമുക്ക് സാധാരണ പോലെ തന്നെ പപ്പടം എണ്ണയിൽ വറുത്തെടുക്കണം. അതൊരു 3-4 പപ്പടം മതി കേട്ടോ. ഞാൻ പിന്നെ ഇപ്പോൾ ഇത്രയും എടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത്രയും പപ്പടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സൈഡിൽ ഈ പനിക്കൂർക്ക ഇരിക്കുന്ന കണ്ടിട്ട് നോക്കണ്ട. ഈ പനിക്കൂർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പല്ലിയൊക്കെ വീട്ടിൽ അടുക്കളയിലൊക്കെ വരുന്നതിന് അങ്ങും ഇങ്ങുമൊക്കെ പനിക്കൂർക്ക വെച്ച് കഴിഞ്ഞാൽ പല്ലി വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ പനിക്കൂർക്ക എടുത്ത് അങ്ങും ഇങ്ങും. നമ്മുടെ ഇവിടെ ഭയങ്കര പല്ലിശല്യമാണ്. അപ്പോൾ അതിന് അടുക്കളയുടെ ഈ കിച്ചണിൻ്റെ പല ഭാഗങ്ങളും സ്ലാബിൻ്റെ പുറത്തും എല്ലാം ജനലിലും എല്ലാം ഇങ്ങനെ പനിക്കൂർക്ക ഒടിച്ചിടും. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഫ്രൂട്ട്സ് വെക്കുന്നിടത്ത്, പഴം വെക്കുന്നിടത്തെല്ലാം ഇങ്ങനെ പനിക്കൂർക്ക ഒടിച്ചിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് പല്ലിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പല്ലി അടുത്തേക്ക് വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മളാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, അപ്പോൾ ഞാനൊരു ടിപ്പും കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു തന്നെ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാൻ വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം നന്നായിട്ട് ഈ മുളകിനെ അങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ചൂടായിട്ട് ആദ്യം നമുക്കങ്ങ് മുളക് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ ആ മുളകെല്ലാം അതിനകത്തോട്ടിട്ട്, മുളക് നമ്മുടെ കൈ കൊണ്ട് പൊടിയണം, അതുപോലെ ആയിരിക്കണം നമ്മൾ മുളകിനെ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് പൊടിക്കുമ്പം നന്നായിട്ട് പൊടിഞ്ഞു വരണം. അപ്പോൾ ആ രീതിയിൽ അത്രയ്ക്ക് നന്നായിട്ട് മൂത്തെടുത്തിരിക്കണം. നമുക്കിത് പൊടിച്ചായി എടുക്കണ്ടേ, കൈ കൊണ്ട് തന്നെ പൊടിച്ചായി എടുക്കണ്ടേ. അപ്പോൾ ആ രീതിയിലായിരിക്കണം ഈ മുളകിനെ നമ്മൾ വറുത്ത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ എൻ്റെ മുളക് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഈ മുളകിനെ എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ മതി നമ്മൾ ആ ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെറിയ ഉള്ളിയെ നന്നായിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയും കൈകൊണ്ട് നമുക്ക് ഞെവിടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം. വഴുതനങ്ങ ഈ രീതിയിൽ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ ഞാൻ എടുത്ത് വെച്ച ഒരു വഴുതനങ്ങ അങ്ങ് അരിഞ്ഞ് മാറ്റി വെച്ചു. എന്നിട്ട് ഇനി ആ പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഈ പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് സൈഡിലേക്ക് മാറ്റി വെക്കുക. അല്ല, ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട്, അതായത് നമ്മുടെ കൈ കൊണ്ട് ഞെവിടുമ്പോൾ ഉള്ളി നന്നായിട്ട് ഞെവിടണം. അപ്പോൾ അതുപോലെ അതിനകം ആ ചെറിയ ഉള്ളിയുടെ അകമൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുറേ നേരം എടുക്കും ഇത് ഉള്ളി ചെറുതായിട്ട് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയിട്ട് ഞാനിതിനെ അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ പച്ചമുളക് അരിഞ്ഞ് വെച്ചേ, പച്ചമുളക് എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേണ്ട നന്നായിട്ട് ഉള്ളിയും വഴറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ രീതിയിലാണ് ഞാൻ വഴറ്റി എടുത്തിരിക്കുന്നത്. നല്ലപോലെ വഴറ്റി ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ, ആ വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഞാൻ അരിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് കഴുകി എടുത്തിട്ടോ. വഴുതനങ്ങയ്ക്ക് ചെറിയൊരു കറ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പം ഞാൻ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊരു വെള്ളം ഒഴിച്ചു വേവിച്ചെടുക്കുക നമുക്ക് ചെയ്യേണ്ടത്.
എന്നിട്ട് അതിലേക്ക് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഈ പച്ചമുളകും ഈ വഴുതനങ്ങയും കൂടെ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വഴുതനങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വഴുതനങ്ങയും പച്ചമുളകും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നല്ലോ. അപ്പോൾ നമുക്കിനി ഇതിനെ വെള്ളം ഊറ്റിയിട്ട് ആറാൻ മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് ആറിയെടുക്കണം. അപ്പോൾ ആദ്യം നന്നായിട്ട് വെള്ളം നമുക്ക് ഊറ്റി തോത്തിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാത്രം എടുത്തു. പാത്രത്തിലേക്ക് ഞാൻ ആദ്യം കുറച്ച് പുളിവെള്ളം ചേർക്കുക കേട്ടോ. എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആ പുളിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, ആ മുളകിനെ കൈകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഞെവിടി അങ്ങ് ചേർക്കണം. അപ്പോൾ വറുത്ത് വെച്ചതായതുകൊണ്ട് നമുക്ക് നല്ലപോലെ എന്ത് ചെയ്യും, ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് പൊടിക്കാൻ പറ്റും ഇതിനെ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഞെവിടുക. അപ്പം ഈ വഴുതനങ്ങ വേവുന്ന സമയം കൊണ്ട് പപ്പടം കാച്ചി വെക്കുന്നവർ മറന്നു പോവല്ലേ. നമുക്കൊരു 3-4 പപ്പടത്തിൻ്റെ ആവശ്യമുണ്ട് ഇതിലേക്ക്. അപ്പം ഇത് നന്നായിട്ട് ആ മുളകും ഈ ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് നമ്മൾ ഞെവിടി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇങ്ങനെ അരിഞ്ഞ് വെച്ചേ, ചെറുതായിട്ട് സ്വല്പം കറിവേപ്പില എടുത്തത് ഇങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ടാലും മതി. അതും ഞാൻ അതിലേക്ക് ചേർത്തു. എന്നിട്ട് കായപ്പൊടി ഉണ്ടോ, ഒരു ചെറിയ സ്പൂൺ, ടേബിൾ സ്പൂണിൻ്റെ 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടു. അപ്പം ഇതും അതിലേക്ക് ഞാൻ നന്നായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, ആ വഴുതനങ്ങ വേവിച്ച വഴുതനങ്ങ ആറിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ അതേണ്ട വഴുതനങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചൂടാറിയിട്ടേ ഞെവിടാവേ, കാരണം ഇത് ചൂടാ. അപ്പോൾ അതൊന്ന് ആറിട്ടിരുന്നു. ചെറുതായിട്ടൊന്ന് ആറാനുണ്ട്, എന്നാലും സാരമില്ല. എന്നാലും ഞാൻ എൻ്റെ കൈ കൊണ്ട് അങ്ങ് ഞെവിടും കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇതിനെ നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പിടാനൊന്നും മറന്നു പോവരുത്. അപ്പം ഞാനിവിടെ ഉപ്പ് നോക്കിയില്ല ഇതുവരെയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ ഒരു പൂച്ച വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നത്. അതിങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് ഞെരടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഞെരടുന്നതിനകത്താണ് കാര്യം. നന്നായിട്ട് നല്ല പോലെ ഞെരടിയെടുക്കുക. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കേട്ടോ. അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാനിതിനെ ഞെരടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പപ്പടം പൊടിച്ച് ചേർക്കുക. ഒരു പപ്പടം ചേർത്തു, രണ്ടാമത്തെ പപ്പടം ചേർത്തു, മൂന്നാമത്തെ പപ്പടം ചേർത്തു. എൻ്റെ ചെറിയ പപ്പടമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം 3 എണ്ണം ചേർത്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പപ്പടം കൂടി ചേർക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പപ്പടം കൂടെ ചേർത്തു. അതുകൊണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കണം എല്ലാവരും. നമ്മൾ ഓൾറെഡി പുളി ചേർത്തല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി ഉപ്പും കൂടിയൊക്കെ നോക്കുക. അപ്പോൾ എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെവിടി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സാധനം. അപ്പം സൂപ്പറാട്ടോ. എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു അടിപൊളി ഐറ്റം. അപ്പം നല്ല രുചിയാട്ടോ. ഉണ്ടാക്കി നോക്കണേ. ഞാനിത് ഉണ്ടാക്കി കഴിച്ചിട്ട് അറിയാം. വെറൈറ്റി ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെറൈറ്റി ടേസ്റ്റ് ആണെന്ന് അറിയാം. അത് എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം. വ്യത്യസ്ത രുചിയുള്ളതിനൊക്കെ ഞാൻ വ്യത്യസ്ത രുചിയാണെന്ന് പറയും. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതിന് ഞാൻ ടേസ്റ്റ് ആണെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ലതാണ്, ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്, ദോശയുടെ കൂടെ ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും ടാറ്റാ.